എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെയാണ് കാണിക്കുക. കുട്ടപ്പന്റെ പരിക്കുകളെല്ലാം പോയി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആള് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറയെ കാണിക്കും. അവളാവട്ടെ ഒരു മീനിനെ എങ്ങനെയെങ്കിലും അതിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിബയാവട്ടെ ഷിനോടടുത്ത് ലാസ്റ്റ് ഉണ്ടായ മിഷന്റെ കഥ ഇപ്പൊ പരസ്പരം സംസാരിച്ചുകൊണ്ട് വരികയായിരിക്കും. കിബ പറയും, ഇനി ഒരിക്കലും അക്കമരുവിന് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നെജിയും ഹിനട്ടയുടെ പപ്പയും ചേർന്ന് ഇപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മാസായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിനട്ടക്കുട്ടപ്പയാവട്ടെ അതെല്ലാം നോക്കിയിരുന്ന് സന്തോഷ തുന്തുരുതയായി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടേക്ക് ഷിനോയും കിബയും വരുമ്പോ നമ്മുടെ ഹിനട്ടക്കുട്ടപ്പയാവട്ടെ അവരോടൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ പുറത്തേക്ക് പോകും. കട്ട് ചെയ്താ ഇപ്പൊ ചോച്ചി ആശുപത്രിയൊക്കെ വിട്ടുവന്ന് അത്രയും ദിവസത്തെ ക്ഷീണം മാറ്റാനായിട്ട് ഒരുപാട് ഫുഡ് ഇപ്പൊ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നു പറയുമ്പോ അതിനീനോ ടെൻഷനായിട്ട് നിന്നെ കൊണ്ട് തോറ്റു, നീ ഇപ്പോഴല്ലേ ആശുപത്രിയിൽ നിന്ന് വന്നത്, ഇപ്പൊ തന്നെ ഇതെല്ലാം വെട്ടിവിഴുങ്ങി നീ പ്രാക്ടീസ് ചെയ്ത് എവിടെ പോവാണെന്ന് അവള് ചോദിക്കും. കട്ട് ചെയ്താ ഇവിടെ ലീ ആവട്ടെ അവൻ രാപ്പകലില്ലാതെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാണ്. അത് കണ്ട് മൈഗയും ടെൻറ്റനും ആവട്ടെ ഇനിയും നീ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കാറ്റ് പോകുമെന്ന് ലീന്റെ അടുത്ത് പറയും. അപ്പൊ ലീ പറയും, ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, വെരി പവർഫുൾ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടെൻറ്റൻ ആവട്ടെ ചിരിച്ചോണ്ട് അത് നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ നാരയാവട്ടെ ഗാരയോടും ടീംസിനോടും ഇപ്പൊ താങ്ക്സ് പറയും. താങ്ക് യു, നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് തിരികെ എത്താൻ സാധിച്ചത്. അപ്പൊ അവിടെ കൂടെ നിൽക്കുന്ന പേക്കിരി പിള്ളേര് ഞങ്ങളും നിങ്ങളെപ്പോലെ വലിയ നിഞ്ചകളാകുന്നൊക്കെ പറഞ്ഞ് കാലും കൈയും എടുത്തൊക്കെ പൊക്കി കാണിക്കും. അപ്പൊ ടെമരി നമ്മുടെ നാരയെ നോക്കി പറയും, തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും പ്രശ്നം നിനക്ക് വരികയാണെങ്കിൽ ഞാൻ ഓടി വരുന്നു പറഞ്ഞ് അവനെ നോക്കി ഒരു ലുക്ക് വിടും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുറേണേ ആവട്ടെ ഷിനോ ഹിനട്ട അങ്ങനെ എല്ലാവരും വെച്ച് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് കുറേണ പറയാ, എല്ലാവരും ചേർന്ന് ഹിനട്ടക്കുട്ടപ്പിയെ അടിച്ചു നിരപ്പാക്കണം. അപ്പൊ ഹിനട്ട ആവട്ടെ അവരെ എല്ലാവരെയും തടുത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം. അതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ പേടിച്ചു വരച്ചു നിൽക്കും. ഇവിടെ വീണ്ടും നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ജിറയ മാമനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ നമ്മുടെ മാമനാവട്ടെ അവിടേക്ക് ചാടി വീഴും. കുട്ടപ്പൻ ഉടനെ തന്നെ എന്റെ ബാഗ് റെഡിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയും. അതിന് മാമൻ പറയും, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, എനിക്കിന്ന് ഒരു അർജന്റ് മിഷൻ ഉണ്ട്, മിണ്ടാതെ കുട്ടപ്പൻ റെസ്റ്റ് എടുക്ക്, നമുക്ക് നാളെ പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതിന് കുട്ടപ്പൻ, നീ ഒരിക്കലും ഞാൻ പറയുന്നത് കേൾക്കാറില്ല, ഇപ്പൊ ഏത് പെണ്ണിനെ വായി നോക്കാനാണ് നീ പോകുന്നതെന്ന് കുട്ടപ്പൻ ചോദിക്കും. ആക്ച്വലി നമ്മുടെ മാമനിപ്പോ അക്കറ്റ്സുക്കിയായിട്ട് ബന്ധപ്പെട്ട് ഒരു രഹസ്യ മിഷന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അത് കുട്ടപ്പനോട് പറഞ്ഞ തീർച്ചയായിട്ടും ഞാനും വരുന്നു പറഞ്ഞ് അവൻ മാമന്റെ പിന്നാലെ തന്നെ വിടാതെ കൂടും. അതറിഞ്ഞുകൊണ്ട് മാമനാവട്ടെ ഒരു സ്ക്രോൾ എടുത്ത് അവന്റെ കൈ കൊടുക്കും. ഇത് നിനക്ക് ഒരുപാട് ഉപയോഗമാവും, ഒരുപാട് ജിപ്സു ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും അറിയാത്ത ഈ സീക്രട്ട് ജിപ്സു നീ വായിച്ചു പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. മറ്റാരുടെയും മുമ്പിൽ വെച്ച് ഈ സ്ക്രോള് തുറക്കാൻ പാടില്ല, ഇത് നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അത് വെച്ച് തുള്ളിച്ചാടി ഇപ്പൊ അകത്തേക്ക് ഓടും. അപ്പൊ കുട്ടപ്പൻ ഡോർ അടച്ച് ചിലപ്പോ ആരെങ്കിലും അപ്പുറത്ത് നിന്ന് കേട്ടാലോ, അതുകൊണ്ട് ബാത്റൂമിന്റെ അകത്ത് കയറി ഇതെല്ലാം വായിച്ചു പഠിച്ച് ഞാനും ജിറയ മാമനെ പോലെ ആവുന്നു പറഞ്ഞ് കുട്ടപ്പൻ ഹായ് ആയിട്ടിരുന്ന് അത് മുഴുവൻ ഇപ്പൊ വായിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അത് തുറക്കുമ്പോ ആദ്യത്തെ പേജില് ഒന്നും കാണില്ല. പേജ് മറിക്കുന്നതിനെ എല്ലാ പേജസും ഇപ്പൊ ബ്ലാങ്ക് ആണെന്ന് കുട്ടപ്പൻ കാണും. അവസാനമായിട്ട് ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുമ്പോ കുട്ടപ്പന് കലി കയറി ജിറയ മാമാ എന്നും വിളിച്ച് അലറാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ ഹൊക്കാഗെ ആന്റി ആവട്ടെ മുൻപുണ്ടായിരുന്ന എല്ലാ ഹൊക്കാഗമാരുടെയും ഫോട്ടോ നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾ വളർത്തിയെടുത്ത ഈ ഗ്രാമത്തിനെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കുമെന്ന് അവള് പറയും. അപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ഒരുപാട് റിപ്പോർട്ടുകളുമായിട്ട് ഇപ്പൊ ആന്റിയുടെ അടുത്തേക്ക് വരും. ഇത് മുഴുവൻ ലീഫ് വില്ലേജിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ റിപ്പോർട്ടുകളാണ്, നീ ഇത് പരിശോധിക്കണമെന്ന് പറയുമ്പോ ആന്റി ആവട്ടെ ഓരോരോ ഫയലുകളായിട്ട് ഇപ്പൊ നോക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ ലീഫ് വില്ലേജിലെ ആ ഒരു വലിയ ജയില് കാണിക്കും. അവിടെ ഇപ്പൊ ഉള്ള ഒരുപാട് ക്രിമിനൽസ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഹാപ്പി ആയിട്ട് പണിയെടുത്താണ് മുൻപോട്ട് പോകുന്നത്. അപ്പൊ അതിനിടയില് മുടി നീണ്ട ഒരുത്തനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പാനർ എടുത്ത് കയ്യിലിപ്പോ നൈസായിട്ട് ഒരു സ്ക്രാച്ച് ഇടും. അവന്റെ കയ്യിലെ സ്ക്രാച്ച് കണ്ട് അവിടെയുള്ള പോലീസ് നിഞ്ച ആവട്ടെ നീ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ടീമിന്റെ അടുത്ത് പോകാൻ പറയും.
അതേ സമയം തന്നെ വേറെ രണ്ടുപേര് കാണിക്കും. നമ്മുടെ ചോച്ചിയെ പോലെ ചോറ് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് ഉണ്ടപ്പന്മാര്. അപ്പൊ അതിലൊരുത്തൻ അവന്റെ ചെറിയ വിരൽ നോക്കിയിട്ട്, അയ്യോ എന്റെ കുഞ്ഞു വിരലിന് ഇപ്പൊ തീരെ ശക്തിയില്ല, ഇതിനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോ അത് കേട്ട് അവന്റെ ചേട്ടൻ പറയും, അത് മറ്റൊന്നുമല്ല, നിനക്കറിയോ ആ ചെറിയ വിരലിന് ആരോഗ്യം കൂടുകയാണെങ്കിൽ ബാക്കി 4 ഫിംഗേഴ്സിനും അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അത് ശോഷിച്ചു പോയതെന്ന് ഈ പാവം പറയും. എന്താ കണ്ടുപിടുത്തല്ലേ? അപ്പൊ ചേട്ടൻ പറയും, എനിക്കിപ്പോ നല്ലതുപോലെ വിശക്കുന്നു, നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വായോ, നമുക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാന്ന് പറഞ്ഞ് ജയിൽ കമ്പിയൊക്കെ ഇപ്പൊ കൂളായിട്ട് വളച്ച് നമ്മുടെ രണ്ടണ്ണന്മാരും കൂടെ ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ അടുത്തുള്ള ഒരു പോലീസുകാരൻ നിഞ്ചയെ കണ്ട്, ലുക്ക്, ഞങ്ങൾ രണ്ടുപേർക്കും ഇപ്പൊ നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചോറ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ വിശന്ന് ചാവൂന്ന് പറയുമ്പോ ആ നിഞ്ചയാവട്ടെ അവരെ കണ്ട് പേടിച്ച് ഇപ്പൊ ഞാൻ ചോറിന് എവിടെ പോകും എന്നാലോചിച്ച് നിൽക്കും. ചോറ് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇവരെന്നെ പിടിച്ച് തിന്നുന്ന് അവൻ പേടിച്ച് ആലോചിക്കുമ്പോ ആരോ ഇപ്പോ അവന്മാരുടെ രണ്ടുപേരുടെയും വായിലേക്ക് ഒരുപാട് ഫുഡ് ഇട്ട് കൊടുക്കും. അതാരാണെന്ന് നോക്കിയാ അത് മറ്റൊരു നിഞ്ച. അപ്പൊ പോലീസുകാരൻ പറയും, തൽക്കാലം ഇത് കഴിച്ച് നിങ്ങൾ പോയി വിശ്രമിക്ക്, ബാക്കിയുള്ള ഫുഡ് ഞാൻ ഇപ്പൊ തന്നെ എത്തിച്ചു തരാന്ന് പറയുമ്പോ അവർ രണ്ടുപേരും ഫുഡ് കിട്ടിയ സന്തോഷത്തില് കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ഇപ്പൊ സെല്ലിലേക്ക് പോകും. ആ സമയത്ത് വീണ്ടും നല്ല ഫുഡിന്റെ സ്മെല്ലടിക്കുമ്പോ അവർ രണ്ടുപേരും അവിടേക്ക് ഓടും. കട്ട് ചെയ്ത ഈ പാൻറ്റി ആവട്ടെ ഓരോ ഫയലിലും സീൽ ചെയ്ത് ഇപ്പൊ കൈ കുഴഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവള് അടുത്ത ഫയൽ എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ താഴേക്ക് വീഴും. അവളത് വായിച്ചു നോക്കുമ്പോ അതൊരു മരുന്നിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ്. ആന്റി ഉടനെ ഏതെങ്കിലും ചൊനിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോണ്ട് വരാനായിട്ട് അസിസ്റ്റന്റിന് അടുത്ത് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ജയിലില് ആ രണ്ടുണ്ടപ്പന്മാരും ഇപ്പൊ ഫുഡ് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഫുഡ് കൊടുത്തത് ആ ഒരു മുടിയൻ ജയിൽ പുള്ളിയാണ്. ആക്ച്വലി ഈ ഉണ്ടപ്പന്മാരുടെ രണ്ടുപേരുടെയും ബ്രദറാണവൻ. ഉണ്ടപ്പന്മാർ ചിരിക്കാൻ തുടങ്ങും. താങ്ക്സ് അണ്ണ, ഒരുപാട് താങ്ക്സ് എന്ന് പറയുമ്പോ അപ്പൊ മുടിയൻ പറയും, താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിലും രുചിയുള്ള ആഹാരം വേണോ? ഉണ്ടപ്പന്മാരുടെ മനസ്സില് ലഡ് പൊട്ടി നാവില് വെള്ളം ഊറി അവനെ നോക്കി നിൽക്കും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾ അവനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരുപാട് രുചികരമായിട്ടുള്ള ഫുഡ് അവൻ നിങ്ങൾക്ക് വെറുതെ തരുമെന്ന് പറയുമ്പോ ഉണ്ടപ്പന്മാരാവട്ടെ ആരാണ് അവൻ എന്ന് ചോദിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറു. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ ഇറൂക്ക മാസ്റ്ററിനടുത്ത് മാമനെ കുറിച്ച് ഒരുപാട് കുറ്റം പറയും. എനിക്ക് മാമനെ ഇപ്പൊ തീരെ ഇഷ്ടമല്ല, ആളുടെ ഒരു വൃത്തികെട്ട തമാശയും ഒലിപ്പീരും, എന്നിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കലാണ് അവന്റെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോ ഇറൂക്കയാവട്ടെ, നീ ഒരിക്കലും മാമനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഹൊക്കാഗെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് മിഷൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് മാമൻ പോയതെന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നില് ആ ആന്റിയാണോ? തീർച്ചയായിട്ടും ഞാനിത് കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞ് അവനിപ്പോ ആന്റിയുടെ അടുത്തേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കും. ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ അസുമയും കുറുണയും കൂട്ടി ഇപ്പൊ ഹൊക്കാഗെ ആന്റിയുടെ ആ ഒരു ക്യാബിനിൽ എത്തിയിട്ടുണ്ടാവും. അവര് കാഷ്വൽ ആയിട്ട് ആ ഒരു പേപ്പർ വായിച്ചു നോക്കിയിട്ട്, ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി നറൂട്ടോയുടെ ടീം മെമ്പർ ആയിട്ടുള്ള മിസുക്കി എന്ന് പറഞ്ഞ ഒരുത്തൻ അവൻ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു സ്ക്രോള് അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മിസുക്കി അന്ന് തന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തെന്ന് പറയുമ്പോ അപ്പൊ ആന്റി പറയും, തീർച്ചയായിട്ടും അവന്റെ പുറകില് ആരോ ഉണ്ട്, അതൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണെന്ന് അവളിപ്പോ അടിച്ചു പറയും. മിസുക്കിയുടെ ഹാൻഡ് റൈറ്റും ഇതിലുള്ള ഹാൻഡ് റൈറ്റും രണ്ടും സെയിം ആണ്. ആന്റി പറയും, ഇതിന്റെയും പുറകിൽ അവൻ തന്നെ, സാക്ഷാൽ ഒറോച്ചിമാറു മാത്രമാണ് ഹ്യൂമൻസിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ആ ഒരു സ്ക്രോൾ വെച്ച് ഒരു ചൊനിയൻസിനും ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. മിസുക്കി തീർച്ചയായിട്ടും ഇത് ഒറോച്ചിമാറുവിന് വേണ്ടി തന്നെ ചെയ്തതാണ്. സോ എത്രയും പെട്ടെന്ന് മിസുക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇപ്പൊ ആന്റി പറയും. ഈ മിസുക്കി മറ്റാരുമല്ല, നമ്മൾ മുൻപ് കണ്ട ആ മുടി നീട്ടിയവൻ. ഇതെല്ലാം തന്നെ ഇപ്പൊ കുട്ടപ്പൻ ഒളിച്ചിരുന്ന് കേൾക്കും. ഇത് ഒറോച്ചിമാറുവിന്റെ അവസാനത്തെ കളിയാണ്, തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവിടുന്ന് ഓടുമ്പോ ഇവിടെ കുറുണയും അസുമയും ഇപ്പൊ ജയിലിലെത്തുമ്പോ അവിടെ മുഴുവനായിട്ടും വളരെ ശാന്തമായിട്ട് കാണും. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നവർ പരസ്പരം പറയുമ്പോ കറക്റ്റായിട്ട് അവരുടെ മുൻപില് ആ രണ്ടുണ്ടപ്പന്മാരും ഇപ്പൊ സ്റ്റൈലായിട്ട് നിന്ന് നമുക്ക് പാർട്ടി തുടങ്ങാമോ എന്ന് അവരോട് ചോദിക്കും. നമ്മുടെ ആൾക്കാർ അവരെ കണ്ട് പകച്ചു നിൽക്കുമ്പോ ഉണ്ടപ്പന്മാര് അവിടെ കിടന്ന് അലറാൻ തുടങ്ങും. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പുറത്തേക്ക് വരും. അവരുടെ ഒത്ത നടുക്കായിട്ട് ഇപ്പൊ മിസുമിയും വന്ന് നിൽക്കും.
നമുക്ക് പാർട്ടി അത് തുടങ്ങിയാലും ചോദിക്കുമ്പോ ഉണ്ടപ്പന്മാര് അവര് പല്ല് കടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ നേരെ വരും. അതേസമയം കുട്ടപ്പൻ ഇപ്പൊ ജയിലിലേക്ക് വരുമ്പോ അവിടെ അസുമയും കുറുണയും ഒരുപാട് അടികിട്ടി ഇപ്പൊ രക്തത്തില് കുളിച്ചു കിടക്കുന്നതായിട്ട് അവൻ കാണും. അത് കണ്ട് കുട്ടപ്പൻ ഷോക്കായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.